ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ബ്രേക്കപ്പിലാണ്. കൂട്ടുവെട്ടിയാൽ മിണ്ടില്ലെന്ന കട്ടായമല്ല, തുറന്ന പോരാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, കരാറുകളും സബ്സിഡികളും റദ്ദാക്കൽ, ബഹിരാകാശ യാത്രാ സൗകര്യം നിഷേധിക്കൽ, ഇപ്പോൾ ലൈംഗിക പീഡന ആരോപണത്തിൽ വരെ എത്തി. ഇരുവരും സോഷ്യൽ മീഡിയ താരങ്ങളായതിനാൽ അവിടെയും അടി കത്തിക്കയറുന്നുണ്ട്. അങ്ങനെ അടിമുടി വഷളാവുകയാണ് ട്രംപ് മസ്ക് തർക്കം. You show what matters by your actions, not your words. I'm very disappointed in Elon. I've helped Elon a lot. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഇരുവരും അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ്. വെറും കച്ചവടക്കാരല്ല, വിചിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് അത്ഭുത വിജയങ്ങൾ നേടിയവർ. അസാധ്യമെന്ന് വിലയിരുത്തിയ പല കിറുക്കൻ സ്വപ്നങ്ങളും സാധ്യമാക്കി ലോകത്തെ ഞെട്ടിച്ചവർ. സ്വന്തം കച്ചവടങ്ങളിലൂടെ അതിസമ്പന്നരായവർ. സ്ത്രീബന്ധങ്ങൾ മുതൽ വിവാദ പ്രസ്താവനകളിൽ വരെ സമാന മനസ്കർ. ആരും വീണുപോയേക്കാവുന്ന വിവാദങ്ങൾ വളമാക്കി വളരുന്ന അപാര തന്ത്രജ്ഞർ. സാഹസികത കൂടെപ്പിറപ്പാക്കിയവർ. ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ രാജ്യത്തിന്റെ തലവൻ. ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. അതൊരു മാരക കോമ്പിനേഷനായിരുന്നു. എന്തും ചെയ്യുന്ന രണ്ടുപേർ. എതിർപ്പുകൾക്ക് പുല്ലുവില പോലും നൽകാത്തവർ. കൈവച്ചതൊക്കെ വിജയിക്കുന്നത് കൊണ്ട് എതിർപ്പുകളുടെ ശബ്ദം അവർ തള്ളിക്കളഞ്ഞു. വിചിത്ര പരിഷ്കാരങ്ങൾ പരസ്പരം മത്സരിച്ച് നടപ്പാക്കി. എന്നാൽ ഇവരുടെ മധുവിധു അധികം നീണ്ടില്ല. ഒടുവിൽ ട്രംപും മസ്കും തെറ്റി. കാര്യക്ഷമതാ വകുപ്പ് തലപ്പത്തു നിന്നും മസ്ക് രാജിവെച്ചു. ട്രംപിന്റെ ബജറ്റ് ബില്ലിനെ ചൊല്ലിയാണ് തെറ്റിയതെന്ന് പറയുമ്പോഴും പുറമേക്ക് പറയുന്ന കാരണങ്ങൾ പലതുണ്ടെങ്കിലും അതിനപ്പുറം മറ്റു പലതും ഉണ്ടാവാമെന്നത് തള്ളാനാവില്ല. കാരണം ഇരുവരും അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ്. അതുതന്നെയാവും ഇവിടെയും പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം. Elon and I had a great relationship. I don't know it well anymore. I was surprised because you were here. Everybody in this room practically was here as we had a wonderful send-off. And if you saw the statements he made about me, which I'm sure you can get very easily, it's very fresh on tape. He said the most beautiful things about me. And he hasn't said bad about me personally, but I'm sure that'll be next. But I'm very disappointed in Elon. I've helped Elon a lot. സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയായ ഇരുവരുടെയും മസാല വിവാദങ്ങളും ചൂട് പിടിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രംപിനെതിരെ മസ്ക് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ആരോപണം. ജെഫ്രി എപ്സ്റ്റൈൻ ബാലപീഡന പരമ്പരയിൽ ട്രംപിന് പങ്കുണ്ടെന്നാണ് ആരോപണം. ഈ കേസ് ട്രംപ് രഹസ്യമാക്കി വെച്ചതിന് കാരണം ഇതാണെന്നും മസ്ക്. ബിഗ് ബോംബ് എന്ന തലക്കെട്ടിൽ കുറിച്ചു വച്ചോളൂ, സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും മസ്ക് കുറിച്ചു. പീഡനക്കേസിൽ വിചാരണ നേരിടുന്നതിനിടെ 2019 ജയിലിൽ ജീവനൊടുക്കിയ US ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റൈന്റെ ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെട്ടതാണ് വിവാദമായ കേസ്. ഇലോൺ മസ്കിന്റെ ആരോപണത്തിന് പിന്നാലെ എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയും രംഗത്ത് വന്നു. ഇതൊന്നും പോരാഞ്ഞ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന വാദത്തെയും മസ്ക് പിന്തുണച്ചു. പകരം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പ്രസിഡന്റാക്കണമെന്നാണ് നിർദ്ദേശം. ഒരു പടി കൂടി കടന്ന് പുതിയ പാർട്ടിക്കുള്ള അഭിപ്രായ സർവേയും തുടങ്ങി. ഇരു പാർട്ടിയിലും പെടാത്ത 80% വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പുതിയൊരു പാർട്ടി വേണ്ടേ എന്ന ചോദ്യത്തിന് 81% പേരും അതേ എന്നാണ് ഉത്തരം നൽകിയത്. 40 ലക്ഷത്തോളം പേരാണ് ഇതുവരെ വോട്ട് ചെയ്തത്. ട്രംപിനെ ജയിപ്പിച്ചത് താനാണ് എന്നത് മറക്കരുത് എന്നതായിരുന്നു ട്രംപിനോടുള്ള
മസ്കിന്റെ പ്രതികരണം. മസ്കിന്റെ കമ്പനികൾക്കുള്ള US സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്നും സബ്സിഡികൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് ട്രംപ് പക്ഷേ തിരിച്ചടിച്ചത്. നമ്മുടെ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ലഭിക്കാവുന്ന എളുപ്പവഴി ഇലോണിന്റെ സർക്കാർ സബ്സിഡികളും കോൺട്രാക്റ്റുകളും ഒഴിവാക്കുകയാണ്. ബൈഡൻ അത് ചെയ്യാതിരുന്നതിൽ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു എന്നതായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. പിന്നാലെ മസ്കിന്റെ ഓഹരികളിൽ മാത്രമുണ്ടായത് 15,000 കോടി ഡോളറിന്റെ ഇടിവ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ ഡീകമ്മീഷൻ ചെയ്യുമെന്നായിരുന്നു എക്സ് വഴിയുള്ള മസ്കിന്റെ ഭീഷണി. നിലവിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾക്കായി നാസ ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ്. നാസയ്ക്ക് സ്വന്തമായി ബഹിരാകാശ പേടകമില്ല. മുൻപ് സ്വന്തം സഞ്ചാരികളെ അയക്കാനായി ആശ്രയിച്ചിരുന്നത് റഷ്യൻ പേടകങ്ങളെയായിരുന്നു. സ്പേസ് എക്സ് വന്നതോടെയാണ് ഇതിന് അവസാനമായത്. ബോയിങ് കമ്പനിയും രംഗത്തുണ്ടെങ്കിലും ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന് ഇതുവരെ പരീക്ഷണ വിക്ഷേപണത്തിൽ പൂർണ്ണ വിജയം നേടാനായിട്ടില്ല. സാഹസികവും വിചിത്രവുമായ നീക്കങ്ങളാൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന ട്രംപും മസ്കും തമ്മിലുള്ള പോരിൽ ഇനിയും ആയുധങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ലൈംഗിക ആരോപണം മുതൽ ബഹിരാകാശ സഞ്ചാരം വരെ എത്തി നിൽക്കുന്ന വിവാദങ്ങൾ ഇനിയും കടുക്കും. പരസ്പരം വീഴ്ത്താനുള്ള വമ്പന്മാരുടെ പോരിൽ ആര് വീഴുമെന്ന് കാത്തിരിക്കാം. ഇതിനിടയിൽ ഇരുവരും യോജിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല. കാരണം അടിസ്ഥാനപരമായി ഇരുവരും കച്ചവടക്കാരാണ്.